എത്ര തൊഴിലാളികളെ നമ്മൾ അതിലേക്ക് 3500 തൊഴിലാളികളെ ഞങ്ങൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉള്ള മറ്റുള്ള ഘടകങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് എല്ലാ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ടിപ്പറുകൾ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ക്ലീനാക്കി നഗരം കഴുകി വൃത്തിയാക്കി മറ്റുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കും. നാളെ വെളുക്കുന്നതിന് മുമ്പ് തന്നെ നഗരം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, അതിലേക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ സജ്ജമായിട്ടുണ്ടല്ലോ? നല്ലതാണ്, ഓക്കെയാണ്. 2 മണിക്ക് മുമ്പേ നമ്മൾ നല്ല ക്ലീൻ ആക്കിയിരിക്കും. 12 മണിക്ക് മുൻപ് തന്നെ നമ്മുടെ നഗരം നല്ല വൃത്തിയാക്കിയിരിക്കും. നിരവധിയായ പാദരക്ഷകളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. പലരും ഇട്ടിട്ട് പോയി തിരികെ വരുമ്പോൾ ചിലപ്പോൾ അതിന്റെ ജോഡി കാണാതെ ആദ്യ പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. മേയറുടെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ വീട് നിർമ്മിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. BJP ഭരിക്കുന്ന സമയത്ത് എന്താണ് അവരുടെ പദ്ധതി ഇഷ്ടിക വെച്ചെന്നൊക്കെ ഒന്ന് ചോദിക്കാമോ? മേയറെ, നമ്മളെ ഈ ഇഷ്ടികയൊക്കെ പൊതുവേ നേരത്തെ വീട് കെട്ടാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇത്തവണ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് കണക്കുകളൊക്കെ നോക്കിയപ്പോൾ ഇഷ്ടിക എടുക്കാൻ തന്നെ നല്ല ലക്ഷക്കണക്കിന് രൂപ ആകുന്നുണ്ട്. അത്രത്തോളം കല്ല് കിട്ടും. അതിലിപ്പോൾ ഞങ്ങൾ ഇടപെട്ട് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഈ കൊല്ലം പരിശോധിക്കുക എത്ര രൂപയാണ് ആയിട്ടുള്ളത്, അത്രത്തോളം കല്ല് കിട്ടിയിട്ടുണ്ട്, കല്ലിൻ്റെ ക്വാളിറ്റി അതൊക്കെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ആദ്യഘട്ട ക്ലീനിങ്ങിലേക്ക് കടക്കാൻ പോകുന്നു. ക്ലീനിങ് ആരംഭിച്ചിരിക്കുന്നു. അത് മേയറുടെ നേതൃത്വത്തിൽ തന്നെ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയം, ഇന്ന് രാത്രി 12 മണി എന്നുള്ളതാണ് തൊഴിലാളികൾ തന്നെ വളരെ വ്യക്തതയോടുകൂടി പറയുന്നത്. 12 മണിയാകുമ്പോഴേക്കും ഒരു വ്യക്തത, ഒരു കൃത്യത, ഒരു തെളിച്ചം ഈ നാടിന് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ വന്നിരിക്കുന്ന മാലിന്യങ്ങളെ അത് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ്. ദിനംബുജൻ മുൻകാലങ്ങളിലൊക്കെ സമാനമായ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്, അല്ലേ? തീർച്ചയായും അത് ഈ കോർപ്പറേഷന്റെ ഓർമ്മ സർക്കാരിന്റെ സംവിധാനങ്ങളുടെ ഇടപെടൽ അതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു മണിക്കൂറുകൾക്കകം തന്നെ എങ്ങനെയാണോ തിരുവനന്തപുരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് അതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് നാളെ രാവിലെ ആളുകൾക്ക് ഈ തിരുവനന്തപുരത്തിലെ ആളുകൾ നിരത്തിലിറങ്ങുന്ന ആളുകൾക്ക് തന്നെ അത് തെളിഞ്ഞ വെളിച്ചത്തിന് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തെ കാണാൻ പറ്റും. ഒരു തരി പോലും മാലിന്യമോ അല്ലെങ്കിൽ ഇഷ്ടികയുടെ അംശമോ അവിടെ തന്നെ ഉണ്ടാകില്ല. ഇതെല്ലാം തന്നെ ഇന്ന് ഇപ്പോൾ ക്ലീൻ ചെയ്ത് ഇപ്പോൾ മേയർ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനിയിപ്പോൾ എല്ലാ പരിസരങ്ങളും പ്രത്യേകിച്ചും ഈ ഒരു കട്ടയൊക്കെ പെറുക്കി തുടങ്ങുകയാണ്. അതായത് ഞാൻ നേരത്തെ ചോദിക്കായിരുന്നു, ഈ കട്ട ഈ വീട് വെക്കാനാണോ ഉപയോഗിക്കുക, എന്തിനാണ്? അപ്പോൾ മുൻ കീഴ്വഴക്കം തൽക്കാലം ഗണ്ണിക്കുന്നില്ല അല്ലെങ്കിൽ ഭേദിക്കുന്നില്ല. പക്ഷേ അതിൽ ചില സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് അത് ആലോചിച്ച ശേഷം മറ്റൊരു തീരുമാനം ഉണ്ടെങ്കിൽ ആവാം എന്നുള്ളതാണ്. തൽക്കാലം ഇങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ള നിലപാട്. ഇത്തവണ കഴിഞ്ഞ വർഷത്തിൽ എന്താണോ ചെയ്തത് സമാനമായ ഒരു രീതി തന്നെ തുടരുമെന്നാണ് മേയർ അല്പസം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള കാലങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു ചർച്ചകളിലൂടെ എന്തെങ്കിലും മാറ്റം വരുത്തണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചനയിലുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇഷ്ടിക അവർ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ അതിൻ്റെ ആദ്യഘട്ട നടപടി ആരംഭിച്ചു. ഇനി ഈ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ഇഷ്ടികകളും, അതായത് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിച്ച എല്ലാ ഇഷ്ടികളും മാറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണെങ്കിൽ നടപടിയാണെങ്കിൽ അത് തുടരും എന്ന് മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്.